ബിന്ദു മേനോൻ മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഭാര്യയാണ് എന്നതല്ല ഇവിടുത്തെ പ്രധാന വിഷയം. അവർ വാളകത്തെ വീട്ടിലേക്ക് എത്തുമ്പോൾ മറ്റൊരു സ്ത്രീയുമായി ഗണേഷ് കുമാറിനെ അവിചാരിതമായ രീതിയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തി എന്നതുമല്ല കേസ്. ആ രംഗം ബിന്ദു മേനോൻ മൊബൈൽ പകർത്തി എന്നതുമല്ല വിഷയം. ഗണേഷ് കുമാർ നിയമിച്ച് സർക്കാർ പേറോളിലുള്ള മന്ത്രിയുടെ സ്റ്റാഫ് ഗണേഷ് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഭാര്യ ബിന്ദുവിനെ മർദ്ദിച്ചു. ഇതാണ് കേസ്. ഇനി പോലീസ് കേസെടുക്കുന്നില്ല എങ്കിൽ ഗണേഷ് കുമാർ എന്ന ലൈംഗിക മനോരോഗിക്കെതിരെ ബിന്ദു കോടതിയിൽ പോകണം. ഗണേഷ് കുമാർ എന്ന പരമന്ത്രിക്ക് ഒരു നിമിഷം പോലും ആ പദവിയിൽ തുടരാൻ അർഹതയേയില്ല. ഗണേഷ് കുമാറിനെ നിഷ്പ്രയാസം ആ കേസിൽ നിന്നും ഊരിപ്പോകാൻ സഹായിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തൊട്ട് താഴെയുള്ള ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അപ്പോൾ ഗണേഷ് കുമാറിൻ്റെ സഹായി സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ്. ഗണേഷ് കുമാറും സഹായി പിണറായി വിജയനും രാജിവെക്കുക എന്ന് തന്നെയാണ് UDFൻ്റെ ആവശ്യം.